FCRA നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സാമൂഹ്യ ജീവകാരുണ്യ പരിസ്ഥിതി അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വിദേശത്ത് നിന്ന് നല്ലവരായ ആളുകൾ നൽകുന്ന സംഭാവന കൊണ്ടുവരുന്ന പണം, ആ പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടിനാണ് FCRA എന്ന് പറയുന്നത്. ഇന്ത്യക്കാരുടെ എല്ലാ പണം വിദേശത്ത് നിന്ന് വരുന്നതാണ്. ഇതിനകം തന്നെ FCRA ഫണ്ടിന്റെ വിനിയോഗത്തിൽ നിരവധി നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പൊ പരിസ്ഥിതി സംഘടനകൾക്ക്, സാമൂഹ്യ സംഘടനകൾക്ക് ഒക്കെ വരുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഫണ്ടിനാണ് ഇപ്പോൾ കുറച്ചെങ്കിലും വരാൻ കഴിയുന്നത്. നമുക്കറിയാം, ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ ഒന്നാം സ്ഥാനം തീർച്ചയായും ഉള്ളത് ക്രിസ്തീയ സഭകൾക്ക് തന്നെയാണ്. ഇപ്പോൾ മദർ തെരേസ പോലെയുള്ള ആളുകൾ ഇന്ത്യയിൽ വന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മാനുഷികമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനാവശ്യമായ ഫണ്ട് വിദേശത്തു നിന്ന് വരുന്നു. ഇത് BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല. അവർ വർത്തമാനമൊക്കെ പറയും, ക്രിസ്മസിന് കേക്ക് കൊടുക്കും, മറ്റേ മാതാവിന്റെ തലയിൽ കിരീടം വയ്ക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്തിമമായി RSSന്റെ അജണ്ടയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും രണ്ടാം തരം പൗരന്മാരാണ്. ഇവിടെ ഹിന്ദു രാഷ്ട്രമാണ്. അവർ പോണെന്ന് പറയില്ല, പക്ഷെ അവർ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കണം. മാത്രമല്ല, ഇവരെപ്പോഴും ആരോപിക്കുന്നത് ഇവർ കൺവെർഷന്റെ, മതപരിവർത്തനത്തിന്റെ ആളുകളാണ് എന്നാണ്. ഈ ഫണ്ട് മതപരിവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ അസംബന്ധങ്ങൾ ഇപ്പൊ കേരളത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു മതപരിവർത്തനവും നടക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരമില്ലാതെ ആരും മതപരിവർത്തനത്തിന് പോകില്ല. ഒരുപക്ഷെ ഒറീസയിലെയോ അവിടേക്ക് ആദിവാസികൾ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അവർ മാവോയിസ്റ്റുകളോ ക്രിസ്ത്യാനികളോ, കാരണം അത് വേറെ നിവൃത്തിയില്ല. കാരണം അവര് കൊടിയ ചൂഷണത്തിന് വിധേയരാകുമ്പോൾ അവരെ പഠിപ്പിക്കാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് തൊഴിൽ കൊടുക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. മണിപ്പൂരില്, ആസാമില്, നാഗാലാൻഡിലും ഒക്കെ അതുണ്ട്, കേരളത്തിലും ഉണ്ട്. പക്ഷെ കേരളത്തിൽ ക്രിസ്തുമതം കുറെ കൂടി സംഘടിതവും രാഷ്ട്രീയ ശേഷിയുള്ളതുമാണ്. വിവിധ മതവിഭാഗങ്ങൾ, ക്രിസ്തുമതത്തിലെ വിവിധ വിഭാഗങ്ങളുണ്ട് ഇവിടെ. ഇപ്പോ കാത്തലിക്സ് ഉണ്ട്, അതിൽ തന്നെ സിറിയൻ കാത്തലിക്സ് ഉണ്ട്, റോമൻ കാത്തലിക്സ് ഉണ്ട്, അതുപോലെ ഓർത്തഡോക്സ് ഉണ്ട്, മർത്തോമയുണ്ട്, ജാക്കോബൈറ്റ്സ് ഉണ്ട്. അങ്ങനെ വിവിധ വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. ഈ വിവിധ വിഭാഗങ്ങളും ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറിയും കുറഞ്ഞും ഇടപെടുന്നവരാണ്. CSA അടക്കമുള്ള ആള്. അപ്പൊ അവരുടെ ഫണ്ട് നിയന്ത്രിക്കുക എന്ന് മാത്രമല്ല, ആവശ്യമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരോട് വിരോധമുണ്ടെങ്കിൽ അവരുടെ ആസ്തികൾ ഏറ്റെടുക്കാൻ വരെ കഴിയുന്ന തരത്തിലാണ് FCRA ബില്ല് കൊണ്ടുവന്നത്. ഇത് വായിക്കുന്ന ആർക്കും തന്നെ ഇത് വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് മനസ്സിലാവും. കാരണം അത്തരം വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുക, അതിനുവേണ്ടി അവരുണ്ടാക്കിയുള്ള ആസ്തികൾ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. പാവപ്പെട്ട മനുഷ്യരും ഇത് FCRA ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനം അതുകൊണ്ട് മാത്രമല്ല, നാട്ടിൽ ഒരുപാട് പേരുടെ സംഭാവന കൂടി അതിലേക്ക് ഉണ്ടാവും. ഇപ്പൊ ഒരു അനാഥാലയം പണിയാണെങ്കിൽ അനാഥാലയത്തിന്റെ ഒരു ഫണ്ട്, ഒരുപക്ഷെ നടത്തിപ്പിന്റെ ചില ഫണ്ട് അവിടെ നിന്ന് വരാം, പക്ഷെ അനാഥാലയം പണിത് ഇവിടെയാണ്. അപ്പൊ FCRA ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ആസ്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആസ്തികളാണ്. ഇപ്പൊ സംഭവിച്ചത് എന്താ? പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ ഈ നിയമത്തിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഇവിടെ ഹിന്ദുക്കളല്ലാത്ത ആരും ഇവിടെ ജീവിക്കേണ്ടതില്ല, ജീവിക്കുകയാണെങ്കിൽ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കണമെന്ന് RSSന്റെ പ്രത്യയശാസ്ത്രം നടപ്പാക്കുന്നതാണ്. അതുകൊണ്ടാണ് ശശികല ടീച്ചറും മുതൽ ബാക്കിയുള്ളവർ, ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ആളുകൾ വരെ പറഞ്ഞത് ഇത് തെറ്റായി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ എല്ലാം, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യും. അതൊക്കെ രണ്ടാമത്തെ വർത്തമാനമാണ്. ക്രിസ്തുമതത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം. നേരെ മറിച്ച് ഇപ്പൊ RSSന് ഇതിനേക്കാൾ കൂടുതൽ ഫണ്ട് വരുന്നുണ്ട്, സംഘപരിവാറിന്. പക്ഷെ അതൊന്നും ഇങ്ങനെയല്ല വരിക, അത് വേറെ രീതിയിലാണ് വരിക. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം FCRA വരുന്നതിന് ഒരു തടസ്സം ഉണ്ടാവില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ആശീർവാദം ഉണ്ടാവും. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു അഴിമതിക്കാരൻ ആണെന്ന് പറഞ്ഞ് കോൺഗ്രസോ മറ്റേതെങ്കിലും പ്രതിപക്ഷമാണെങ്കിൽ അയാൾ BJPയിലേക്ക് വന്നാൽ പിന്നെ അയാളുടെ അഴിമതി അങ്ങ് പോകും. വാഷിംഗ് മെഷീൻ എന്ന് പറയണ പോലെ ആം ആദ്മിക്കാരനായാലും ഏതായാലും BJPയിൽ ചെന്നാൽ വാഷ് ചെയ്തെടുത്താൽ അവന്റെ അഴിമതി പോകും. അങ്ങനെയാണല്ലോ ബംഗാളിലും പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഈ ബില്ല് ഒരു പ്രത്യേക വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് അവർ സംശയിച്ചാൽ അവരതിന് കുറ്റം പറയാൻ പറ്റില്ല. കേരളത്തിലെ ക്രിസ്തീയ സഭകൾ അതിനെതിരായി ശക്തമായി നിലപാടെടുത്തു. അവിടെയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് എന്ന് വന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇതൊരു തന്ത്രമായിട്ടാണ് ഇവർ ഉപയോഗിക്കാൻ പോണത്. ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ പണി തരും, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്നോളാനാണ്. കാരണം ഈ ചാണക്യ തന്ത്രത്തിൽ
സാമദാന ഭേദദണ്ഡം എന്നുണ്ട്. ആദ്യം ഒന്ന് പറഞ്ഞു നോക്കി, കേക്ക് കൊടുത്തു നോക്കി, പിന്നെ ദാനം ചെയ്തു നോക്കി, ഇവർക്ക് ചില സീറ്റുകൾ കൊടുത്തു, ജോർജ് കുര്യനെ മന്ത്രിയാക്കി, മുമ്പ് കണ്ടന്നാനത്തിനെ മന്ത്രിയാക്കി, അങ്ങനെ ചില തരികടകൾ ചെയ്തു. ഭേദ്യം എന്ന് പറഞ്ഞാൽ ഇനി വിരട്ടാണ്. ഇപ്പൊ വിരട്ടിക്കൊണ്ടിരിക്കുക. ഇനി ദണ്ഡം അടി അവസാനം വരും. എന്താ വിരട്ടല്? ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ ഈ പണി തരും, അതുകൊണ്ട് ക്രിസ്ത്യാനി ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളുന്ന. ഇപ്പോ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അവിടുത്തെ ക്രിസ്തീയ വിശ്വാസികൾക്ക് ചെറിയതല്ലാത്തൊരു പങ്കുണ്ട്, ഒരു സംശയമില്ല. ഒരുപക്ഷെ പരമ്പരാഗതമായി കോൺഗ്രസിന് അല്ലെങ്കിൽ UDF വോട്ട് ചെയ്തിരുന്ന ആളുകൾ, ഒരുപക്ഷെ LDF വോട്ട് ചെയ്തിരുന്ന ആളുകൾ, അവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. അതിപ്പോൾ നമുക്ക് മനസ്സിലായി. അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ തോതിലുള്ള പരാജയം BJPക്ക് തൃശ്ശൂർ നഗരത്തിലടക്കമുണ്ടായി. പക്ഷെ ഏതായാലും അപ്പൊ അങ്ങനെ അവർ സ്ഥിരമായി ഉറച്ചു നിൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഭേദം വന്നത്, മൂന്നാമത്തെ അടവ് വന്നത്. ആ മൂന്നാമത്തെ അടവിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് എങ്ങനെയാ? ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇടുന്നു. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ ഇങ്ങനൊരു സാധനം വന്നാൽ സാധാരണ ആ വിശ്വാസികളിൽ ഉണ്ടാകുന്ന ഒരു അമ്പരപ്പ്, ഒരു പ്രശ്നം, അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതില്ലാതാക്കാൻ നിരവധി ശ്രമം നടത്തി, പക്ഷേ അവർക്ക് തന്നെ കഴിയുന്നില്ല. ഞാൻ 3 BJP നേതാക്കൾ, 3 പേരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർ നടത്തിയ പ്രസ്താവനകൾ നമ്മളിപ്പോൾ കണ്ടു. ഒന്ന് സാക്ഷാൽ പൂഞ്ഞാർ സിംഹം PC ജോർജാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ചില ബിഷപ്പുമാർക്ക്, കോൺഗ്രസ് അനുഭാവികളായ ബിഷപ്പുമാരുടെ ചില ആശങ്കകളാണ്, അല്ലാണ്ട് ഇതിലൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ മകനും പൂഞ്ഞാറിന് തൊട്ടടുത്തുള്ള മണ്ഡലം ആയ പാലയിലെ സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജിന് അഭിപ്രായമില്ല. ഷോൺ ജോർജ് പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായം വേറെയാണ്, ഞാനിത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി തൊട്ടടുത്തുള്ള വേറൊരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി മത്സരിക്കുന്നത് ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇതൊന്നുമല്ല അഭിപ്രായം. അദ്ദേഹം ഇത് നമ്മൾ സമവായത്തിലൂടെ നടപ്പാക്കുന്നത്. എന്ത് സമവായം? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമവായത്തിന് അർത്ഥമില്ല. കേരളവാസാവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നടപ്പാക്കും, അത്രേ ഉള്ളൂ. ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ ഞാൻ ഇടപെട്ട് മാറ്റിവെക്കണം. എന്തിനാ? മാറ്റിവെച്ചിട്ടൊരു കാര്യമില്ല. ഇത് ഈ ആഴ്ച പാസ്സാവേണ്ടത് അടുത്ത ആഴ്ച പാസ്സാവും. ഇനി പാർലമെന്റിൽ ചർച്ച ചെയ്യും. പാർലമെന്റിൽ ഒരു ചർച്ചയും ചെയ്യാൻ വേണ്ടി ചെറുതൊരു കാര്യമില്ല. കാരണം നമുക്കറിയാം, കുറെ കാലമായി പാർലമെന്റ് വെറും ഒരു കാര്യമായി ചർച്ച നടക്കാത്ത, കൂവലും ബഹളവും നടക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. ഇപ്പോ രാഹുൽ ഗാന്ധിയൊക്കെ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാൻ എണീറ്റാൽ കേന്ദ്രമന്ത്രിമാരടക്കം വന്ന് അങ്ങ് ബഹളം ഉണ്ടാക്കുക. നമ്മളിപ്പോ പാർലമെന്റിൽ ഏത് ബില്ല കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല. ആ ബില്ലുകളൊക്കെ ചൂടപ്പം പോലെ പാസ്സാക്കും. ഏതെങ്കിലും രാജ്യത്തെ ബാധിക്കുന്ന ഒരു ഗൗരവതരമായ പ്രശ്നത്തിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കി പ്രൊട്ടസ്റ്റ് ചെയ്ത് നിൽക്കണതിനിടയ്ക്ക് ബില്ല് പാസ്സാക്കി എടുക്കലാണ് പണി. ഈ ബില്ലും പാസ്സാവും, ഒരു സംശയമില്ല. അങ്ങനെ ഈ ബില്ലും പാസ്സായാൽ എന്താണ് സംഭവിക്കുക എന്നറിയാം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ വരുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു കാര്യമാണ്. കാരണം അവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇസ്ലാമോഫോബിയ ഉപയോഗിച്ച് അവരെ ഒരു പരിധിവരെ BJPയും മറ്റൊരു നിലയ്ക്ക് LDFും അവരുടെ വോട്ടുകൾ വാങ്ങിയെടുത്തിരുന്നു. ഇസ്ലാം വരുന്നുണ്ട്. ഇപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലായി. ജോർജ് മോളിയർ എന്ന് പറയുന്ന ജർമ്മൻ കവിയുടെ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്ത കവിതയുണ്ട്. ആദ്യം അവർ അന്വേഷിച്ചു വന്നത് A ആണ്. അപ്പോൾ A ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ അവർ അന്വേഷിച്ചു വന്നത് B ആണ്. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ അവർ അന്വേഷിച്ചു വന്നത് C ആണ്. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. അവസാനം അവർ അന്വേഷിച്ചു വന്നത് എന്നെ ആണ്. അപ്പോൾ എനിക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. ഇസ്ലാമിനെതിരായി ഇപ്പൊ പറയുന്നത് നാളെ ക്രിസ്ത്യാനിക്കെതിരായി പറയാം, വേറെ മതവിഭാഗങ്ങൾക്കെതിരായി പറയാം. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, കാരണം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് തോന്നും ഇവരുടെ ഒരു ഔദാര്യവും വേണ്ട. ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെയോ കിരൺ റിജ്ജുവിന്റെയോ ജോർജ് കുര്യന്റെയോ ഔദാര്യത്തിലല്ല ഇവിടെ ക്രിസ്ത്യാനികൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്, മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദാര്യത്തിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റവരുടെ കാര്യമാണ്. പക്ഷെ ഭരണഘടനയ്ക്ക് പുല്ല് വില കൊടുക്കുന്നവരാണ് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ അല്ല. നാളെ ഇതിന്റെ അവര് UPയിൽ അവർ വോട്ട് പിടിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികളെ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. മധ്യപ്രദേശിൽ അവർ വോട്ട് പിടിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികൾക്ക് ഒരു പണി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് ഇലക്ഷൻ പ്ലാങ്ക് തന്നെയാണ്. പിന്നെ ഇതിനിടയിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ചെന്ന് അയ്യോ ഞങ്ങൾക്കൊന്ന് മാറ്റി തരണേ എന്ന് പറഞ്ഞ് തൽക്കാലം 8-ാം തീയതി എന്നുള്ളത് 9-ാം തീയതി എന്നുള്ളത് 14-ാം തീയതിക്ക് ആകാം എന്നല്ലാതെ ഒരു വ്യത്യാസമില്ല. ഈ നിയമം നടപ്പാക്കാൻ പോവാണ്. ജോർജ് കുര്യൻ എന്ന് പറയുന്നവർ ഒരു സമവായത്തിനും ഇതിന് സാധ്യതയില്ല. കാരണം കേരളത്തിനോ അല്ലെങ്കിൽ ആസാമോ കുറച്ച് സ്ഥലങ്ങൾക്ക് പുറത്ത്
ഇവർക്കിത് പ്രചരണ പരിപാടിയാണ്. അതുകൊണ്ട് BJP-യിൽ നിന്നൊരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല.